everybody, welcome back to my mini Onam vlog. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഓണം ഇതാ എത്തിയിട്ടുണ്ട്. സമയം എത്ര പെട്ടെന്നല്ലേ പോകുന്നത്. എന്തായാലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായിട്ട് നേരെ രാവിലെ ഇങ്ങ് പോന്നു. ഓണമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഗാർലൻഡാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഔട്ട്ലുക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇങ്ങനെയുള്ള ഫെസ്റ്റീവ് സീസണിലാണല്ലോ നമ്മൾ കുറച്ച് വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ വീടിൻ്റെ ഓരോ കോർണേഴ്സിലായിട്ടാണ് ഇടാൻ തുടങ്ങിയത് കേട്ടോ. പിന്നെ അത് ഫ്രണ്ട് ഡോറിലും പില്ലേഴ്സിലും ഊഞ്ഞാലിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോയി. എന്തായാലും കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി റെഡിയായല്ലോ. അങ്ങനെ ഒരുങ്ങി പ്രഹസനങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്തപ്പൂ ഇടാനുള്ള സമയമായിരുന്നു മനസ്സിലായി. എന്നാൽ പിന്നെ അത്തപ്പൂ അങ്ങിട്ടേക്കാം. ഇതിനു വേണ്ടി വീട്ടിലും നാട്ടിലും ഒക്കെയുള്ള കുറേ പൂക്കൾ ഞാൻ പറിച്ചെടുത്തു. നാട്ടുപൂക്കൾ കൊണ്ടിടുന്ന അത്തപ്പൂ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അങ്ങനെ കുറച്ച് അരളിപ്പൂവും തെറ്റിപ്പൂക്കളും കാക്കപ്പൂവും പിന്നെ നമ്മുടെ കോളാമ്പി പൂവൊക്കെ ആയിട്ട് ഒരത്തപ്പൂവും കിട്ടും. വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത്യാവശ്യം കാണാൻ കൊള്ളാമെന്നുള്ള ഒരത്തപ്പൂ തന്നെയായിരുന്നു അത്. സംഭാരം കൂടി കഴിഞ്ഞാൽ ദാ നമ്മളുടെ ഓണസദ്യ അവിടെ അവസാനിച്ചു.
അങ്ങനെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അമ്മയും ഞാനും കൂടി അത്തപ്പൂവിന് ചുറ്റും വന്ന് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇടുങ്ങിയിലൊക്കെ വെച്ചിട്ടുള്ള അത്തപ്പൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഓണസദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണെന്ന് പറയാൻ മറക്കരുത് കേട്ടോ. എനിക്ക് പണ്ടേ സദ്യ വലിയ താല്പര്യമില്ലാത്ത ആളാണെങ്കിലും അതിലെ പാൽപ്പായസം എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഊഞ്ഞാലിലൊക്കെ ആടി പാട്ടൊക്കെ പാടി അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. എനിക്കാണെങ്കിൽ ഈ അത്തപ്പൂ ഡിസൈൻ ചെയ്യാനും അത്തപ്പൂ ഇടാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇവിടുന്ന് അച്ഛൻ എന്നോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അത്തപ്പൂ ഡിസൈൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്നായിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് അടുത്ത വർഷം ശരിയാക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കൊല്ലത്തെ ഓണവും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ഈ മിനി ഓണം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടിൽ ദെൻ ബൈ ബൈ. ആൻഡ് ഹാപ്പി ഓണം ടു എവറിബഡി.